നിന്റെ ഉത്കണ്ഠ മൂലം ആയുസിന്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിനക്ക് പറ്റുമോ എന്ന് കർത്താവ് ചോദിക്കുന്നു. അപ്പോൾ കർത്താവ് നമ്മുടെ കാര്യത്തിൽ കൺസേൺ ആണ്. നമ്മളെ ഈശോ നമ്മളൊക്കെ എന്താണോ എത്തേണ്ടത് അങ്ങോട്ട് ഈശോ എത്തിച്ചോളും. അതിന് സമയമെടുക്കും. ഈശോയുടെ സമയത്തിൽ കർത്താവ് അത് ചെയ്തോളും. ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഈശോ ഇത് എത്തിക്കുന്ന കാലം വരെ, ഈശോ ഈ ഒരു കാര്യം എത്തിക്കുന്നത് വരെ എനിക്കെന്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ സഹിച്ചുകൂടാ? എൻ്റെ ലൈഫിൽ സംഭവിക്കുന്ന വിഷമങ്ങളും ബുദ്ധിമുട്ടൊക്കെ എനിക്കെന്തുകൊണ്ട് സഹിച്ചുകൂടാ? എന്തുകൊണ്ട് എനിക്ക് ഈ വേദനകൾ എനിക്ക് ഏറ്റെടുത്തുകൂടാ? ഈശോ ഇത്രമാത്രം വേദനകൾ സഹിച്ച് നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിച്ചപ്പം ഈശോ ഇങ്ങനെ പിന്നെയും ഓരോ ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഓരോ ദിവസവും കുർബാനയിൽ കർത്താവ് നമുക്ക് വേണ്ടി ഇങ്ങനെ പിന്നെയും ബലിയായിക്കൊണ്ടിരിക്കുന്ന കർത്താവിനോട് നമ്മളോട് പറയുവാണ്, കർത്താവെ എൻ്റെ ഈ വേദന എടുത്ത് മാറ്റണേ, എൻ്റെ ഈ വിഷമങ്ങൾ എടുത്ത് മാറ്റണേ എന്ന് പറയുമ്പോൾ എന്താണെന്നാണ് ചോദിക്കുന്നത്? ഇവിടെ ഹെബ്രായ 12-ാമത്തെ വചനമുണ്ട്, പാപത്തിനെതിരായ സമരത്തിൽ നിങ്ങൾക്ക് ഇനിയും രക്തം ചൊരിയേണ്ടി വന്നിട്ടില്ല. പാപത്തിനെതിരായ സമരത്തിൽ നിങ്ങൾക്ക് ഇനിയും രക്തം ചൊരിയേണ്ടി വന്നിട്ടില്ല. നമ്മൾ പാപങ്ങൾ ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ നമ്മൾ വിശുദ്ധി ജീവിക്കാൻ വേണ്ടി നമ്മൾ അത്രമാത്രം ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ അത്രയും കഷ്ടപ്പെട്ടൊന്നും ഈശോയെ നമ്മൾ വിശുദ്ധി പാലിക്കാൻ വേണ്ടി അത്രയും കഷ്ടപ്പെട്ടിട്ടല്ല. നമുക്ക് എന്തുകൊണ്ട് കഷ്ടപ്പെട്ടുകൂടാ? നമ്മൾ വമ്പൻ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ദൈവത്തിന് വേണ്ടി വമ്പൻ കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് എന്തുകൊണ്ട് ഏറ്റെടുത്തുകൂടാ? നമ്മുടെ ലൈഫിലുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് എന്തുകൊണ്ട് സഹിച്ചുകൂടാ? ചെറിയ കാര്യങ്ങൾ വിശ്വസ്തനെ ഞാൻ വലിയ കാര്യങ്ങൾ ഫലമേൽപ്പിക്കും എന്ന് ഈശോ പറയുമ്പം നിന്റെ ലൈഫിലുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു സ്ട്രഗിൾസ് നീ ഏറ്റെടുക്കുവാണെങ്കിൽ നിന്നെ വലിയ വലിയ കാര്യങ്ങൾ നിനക്ക് ഞാൻ കാണിച്ചു തരും എന്നൂടെ ഈശോ പറയുന്നതേ. ബൈബിളില് ഒരു വചനമുണ്ട്, ക്ലിയർ ആയിട്ട് പറഞ്ഞ കാര്യമുണ്ട്, നിങ്ങളുടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങളുടെ ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ഈ കുഞ്ഞു കുഞ്ഞു സഹനങ്ങളെ നമ്മൾ ഏറ്റെടുക്കാൻ തുടങ്ങുമ്പം, നമ്മൾ ആ സഹനങ്ങളെ നമ്മളിങ്ങനെ സ്വീകരിക്കാൻ തുടങ്ങുമ്പം നമ്മൾ അറിയാണ്ട് നമ്മുടെ ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടും. ഈശോയുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഉണ്ടാകുന്ന വിഷമങ്ങളും ഈ ബുദ്ധിമുട്ടുകളെല്ലാം നമ്മുടെ ആത്മാവിനെ കൂടുതൽ വിശുദ്ധീകരിക്കാൻ വേണ്ടി ഈശോ തരുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഈശോ എന്തിനു വേണ്ടിയാണോ ഈ സഹനങ്ങൾ എൻ്റെ ലൈഫിൽ തന്നത്, അതുപോലെ ഞാൻ ഈ സഹനങ്ങളെ സ്വീകരിക്കുവാണെങ്കിൽ എൻ്റെ ആത്മാവ് കൂടുതൽ ഇങ്ങനെ ഓരോ മിനിറ്റിലും കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടും.